ഇന്ത്യൻ കരുത്തിനെ കീഴടക്കാൻ ന്യൂസിലാൻഡിനുമായില്ല. ശ്രേയസ് അയ്യർ, അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ തുടങ്ങിയവർ ബാറ്റ് കൊണ്ടും വരുൺ ചക്രവർത്തി പന്തുകൊണ്ടും തിളങ്ങിയ മത്സരത്തിൽ 44 റൺസിന്റെ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഇതോടെ ICC ചാമ്പ്യൻസ് ട്രോഫി ഗ്രൂപ്പ് ബിയിലെ ചാമ്പ്യൻ പട്ടവും ഇന്ത്യ കയ്യിലാക്കി. ഗ്രൂപ്പ് എയിലെ 2ാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. പാകിസ്ഥാൻ ആതിഥേയരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ സെമി ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. ഇതോടെ ഗ്രൂപ്പ് ബിയിലെ മത്സരത്തിന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്നാൽ ദുബായിൽ ആവേശം അണപൊട്ടിയപ്പോൾ മത്സരം അക്ഷരാർത്ഥത്തിൽ ഗ്രൂപ്പ് ബിയിലെ ഫൈനലായി മാറി. ടോസ് നേടിയ കിവികൾ ഇന്ത്യൻ ടീമിനെ ബാറ്റിംഗിന് അയച്ചു. ദുബായിലെ ഈ മൈതാനത്ത് ടൂർണമെന്റിൽ ആദ്യമായാണ് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയത്. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. ശുഭ്മാൻ ഗിൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി തുടങ്ങിയ മുൻനിര ബാറ്റർമാർ വേഗം തന്നെ മടങ്ങി. വിരാട് കോഹ്ലിയെ പുറത്താക്കാൻ ഗ്ലെൻ ഫിലിപ്സ് എടുത്ത പറക്കും ക്യാച്ച് മത്സരത്തിലെ ടോപ്പ് മൊമെന്റുകളിൽ ഒന്നായി മാറി. ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ സാഹചര്യം മനസ്സിലാക്കിയ ഇരുവരും ശ്രദ്ധയോടെ ബാറ്റ് ചെയ്തു. ഇന്ത്യ പതിയെ തകർച്ചയിൽ നിന്ന് കരകയറി. 42 റൺസ് എടുത്ത അക്സർ പട്ടേലാണ് 4ാമതായി പുറത്തായത്. 75 പന്തിൽ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ശ്രേയസ് 79 റൺസ് എടുത്തും ഔട്ടായി. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യയുടെ ബാറ്റിംഗ് ആണ് ഇന്ത്യൻ ഇന്നിംഗ്സിനെ പൊരുതാവുന്ന സ്കോറിലേക്ക് എത്തിച്ചത്. ഹാർദിക് പാണ്ഡ്യ 45 പന്തിൽ 45 റൺസ് നേടി. ന്യൂസിലാൻഡ് ബോളിംഗ് നിരയിൽ 5 വിക്കറ്റുകളുമായി മാറ്റ് ഹെൻറി തിളങ്ങി നിന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലാൻഡിന് ഓപ്പണർ രജിൻ രവീന്ദ്രയെ 4ാം ഓവറിൽ തന്നെ നഷ്ടമായി. ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ അക്സർ പട്ടേലിന്റെ മികച്ച ക്യാച്ചിലൂടെയാണ് രജിൻ പുറത്തായത്. 1 ഡൗണായി എത്തിയ കെയ്ൻ വില്യംസൺ മികച്ച ബാറ്റിംഗ് പ്രകടനം പുറത്തെടുത്തു. എന്നാൽ ഇന്ത്യ സ്പിൻ കെണിയൊരുക്കിയതോടെ കിവീസ് ബാറ്റിംഗിന്റെ മുനയൊടിഞ്ഞു. കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റുകളും അവർക്ക് നഷ്ടമായി. 5 ന്യൂസിലാൻഡ് വിക്കറ്റുകൾ പിഴുത വരുൺ ചക്രവർത്തിയായിരുന്നു കൂടുതൽ അപകടകാരി. 35 പന്തിൽ 22 റൺസ് എടുത്ത വില്യങ് ആയിരുന്നു വരുൺ ചക്രവർത്തിയുടെ ആദ്യ ഇര. മനോഹരമായൊരു പന്തിലൂടെയാണ് ചക്രവർത്തി യങ്ങിന്റെ കുറ്റി തെറിപ്പിച്ചത്. ഡാറിൽ മിച്ചലിനെ കുൽദീപ് യാദവും ടോം ലതവിനെ രവീന്ദ്ര ജഡേജയും വീഴ്ത്തിയതോടെ ന്യൂസിലാൻഡ് ബാറ്റിംഗ് നിരക്ക് കാര്യങ്ങൾ ദുഷ്കരമായി. 81 റൺസ് എടുത്ത കെയ്ൻ വില്യംസൺ അക്സർ പട്ടേലിന് വിക്കറ്റ് സമ്മാനിച്ചു. ഇതോടെ കിവീസ് പതനം ഏകദേശം പൂർത്തിയായി. എന്നാൽ പൊരുതി നോക്കാനുള്ള മൂഡിലായിരുന്നു ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ. മികച്ച ഷോട്ടുകളിലൂടെ സാന്റ്നർ വിജയിക്കാനുള്ള ശ്രമം തുടർന്നെങ്കിലും വരുൺ ചക്രവർത്തിയുടെ വിക്കറ്റ് വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ താരത്തിന് കഴിഞ്ഞില്ല. ഗ്ലെൻ ഫിലിപ്സ്, ബ്രേസ്വെൽ, മാറ്റ് ഹെൻറി എന്നിവരെയും വരുൺ ചക്രവർത്തി തന്നെയാണ് പുറത്താക്കിയത്. ഒടുവിൽ 46ാം ഓവറിൽ 205 റൺസിൽ ന്യൂസിലാൻഡിന്റെ മറുപടി അവസാനിച്ചു. ഹർഷിത് റാണക്ക് പകരം ന്യൂസിലാൻഡിനെതിരെ കളത്തിലിറങ്ങിയ വരുൺ ചക്രവർത്തി കളിയിലെ താരമായി മാറി. മാർച്ച് 4-നാണ് ഇന്ത്യ-ഓസ്ട്രേലിയ 1ാം സെമി ഫൈനൽ മത്സരം. ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് സെമി ഫൈനൽ മത്സരം മാർച്ച് 5-നും നടക്കും.